Hi everyone, welcome to Commerce World. Calicut University second semester MCOM Advanced Corporate Accounting എന്ന സബ്ജക്റ്റിത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് 2 വെയിറ്റേജ് 3 വെയിറ്റേജ് 5 വെയിറ്റേജ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. തിയറി ആസ് വെൽ ആസ് പ്രോബ്ലം ആണ്. ഓക്കെ, സോ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നോക്കാം. സോ നമുക്ക് ഇതിൽ 5 മൊഡ്യൂള് 11 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. സോ ആദ്യം വരുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു 5 വെയിറ്റേജിന്റെ ഒരു പ്രോബ്ലം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഇതിൽ ചോദിക്കുന്നത്. ലൈക്ക് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലൈക്ക് നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ഗുഡ് വിൽ കാൽക്കുലേഷൻ എന്നുള്ള സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ അതേപോലെ തന്നെ ഇതിൽ നെക്സ്റ്റ് നമ്മൾക്ക് വരുന്നതാണ് 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ അതേപോലെ തന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആസ് വെൽ എസ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് 2 വെയിറ്റേജിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നതാണ് അക്കൗണ്ടിംഗ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് എന്നുള്ളതാണ്. സോ അക്കൗണ്ടിംഗ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് എന്നുള്ളത് എന്താണെന്നുള്ളത് പഠിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ അതായത് ഗ്രൂപ്പ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പഠിക്കുക. അതുപോലെ തന്നെ ഹോൾഡിംഗ് കമ്പനി എന്താണ്, സബ്സിഡറി കമ്പനി എന്താണ് എന്നുള്ളത് കൂടി പഠിക്കുക. അതേപോലെ തന്നെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് കൂടി അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് അക്കൗണ്ടിംഗ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, മെർജർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ ടൈപ്സ് ഓഫ് മെർജേഴ്സ് പറയുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഹൊറിസോണ്ടൽ മെർജർ, വെർട്ടിക്കൽ കോൺഗ്ലറമേറ്റ്, ദെൻ കോൺസ്ട്രേറ്റിക്, ദെൻ അതേപോലെ തന്നെ റിവേഴ്സ് മെർജർ, അതൊക്കെ എന്താണെന്നുള്ളത് പഠിക്കുക. ദെൻ ഇത് വന്നിട്ട് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ 3 വെയിറ്റേജിന് വരും, ലൈക്ക് നമ്മുടെ ടൈപ്സ് ഓഫ് മെർജേഴ്സ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്, അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ 2 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ മെർജർ ആൻഡ് അക്വിസിഷൻ 3 വെയിറ്റേജ് ആണ്, ചിലപ്പോൾ 2 വെയിറ്റേജിലോട്ടും വരാം. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് ഇതിൽ വരുന്നതാണ് ഒരു പ്രോബ്ലം ആണ്, നമ്മളുടെ കൺസ്ട്രക്ഷൻ അതായത് നമ്മുടെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അത് മേ ബി നമുക്ക് 3 വെയിറ്റേജോ അല്ലെങ്കിൽ നമുക്ക് 5 വെയിറ്റേജിലോട്ടോ വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിൽ വരുന്നത് നമുക്ക് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കൺസിഡറേഷൻ ആണ്, അതായത് പർച്ചേസ് കൺസിഡറേഷൻ. അതിൽ നമുക്ക് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് കൺസിഡറേഷൻ വരുന്നുണ്ട്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് 2 വെയിറ്റേജ് ആണ്. ദെൻ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് 3 വെയിറ്റേജ്, മേ ബി നമുക്ക് 5 വെയിറ്റേജിലോട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, മിക്കവാറും 3 വെയിറ്റേജിലോട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇതിലത്തെ ഒരു പ്രോബ്ലം കൂടിയാണ്, ലൈക്ക് നമ്മളുടെ കൺസിഡറേഷനിലോട്ട് 2 വെയിറ്റേജിനും വരാം, മേ ബി നമുക്ക് 3 വെയിറ്റേജിലോട്ടും പ്രോബ്ലംസ് വരാറുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്നത്, അതായത് അക്കൗണ്ടിംഗ് ഫോർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗിൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ 3rd ചാപ്റ്റർ ആണ്, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 2 മാർക്സ്. ദെൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ദെൻ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഡിഫറൻസ് 3 വെയിറ്റേജ്. ദെൻ മെത്തേഡ്സ് ഓർ ഫോംസ് ഓഫ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ 2 or 3 വെയിറ്റേജിലോട്ട് വരും. ഓൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ, ദെൻ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഓരോ മെത്തേഡ്സ് നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ അതിൽ ഓരോന്നും തനിച്ചെടുത്ത് ചോദിക്കും, അപ്പൊ നമ്മൾക്ക് 2 വെയിറ്റേജിൽ വരും. അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മെത്തേഡ്സ് പ്ലസ് ജേണൽ എൻട്രീസ് വരികയാണെങ്കിൽ 3 വെയിറ്റേജിലോട്ട് വരും. അല്ലെങ്കിൽ മെത്തേഡ്സ് മൊത്തമായിട്ട് എഴുതാൻ പറഞ്ഞാലും 3 വെയിറ്റേജിലോട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇതിലൊരു പ്രോബ്ലം 3 വെയിറ്റേജ് ആണ് നമുക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ മിക്കവാറും പ്രോബ്ലം ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസ് ആണ്. ലിക്വിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക, ലിക്വിഡേറ്റർ ആരാണ്, ദെൻ മോഡ്സ് ഓഫ് ലിക്വിഡേഷൻ 3 മോഡ്സ് ഉണ്ട്, ആ 3 മോഡ്സ് എന്താണെന്നുള്ളത് നോക്കുക. ദെൻ ഫംഗ്ഷൻസ് ഓഫ് ലിക്വിഡേറ്റർ നോക്കുക, 2 വെയിറ്റേജ് ഓർ മേ ബി 3 വെയിറ്റേജിലോട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ദെൻ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് ഡെഫിഷ്യൻസി എന്താണ് എന്നുള്ളത് നോക്കുക, ആ സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ട് നോക്കുക. ഓക്കെ, ഇതിൽ നമ്മൾക്കൊരു പ്രോബ്ലം ആണ് ലിക്വിഡേറ്ററിന്റെ 3 വെയിറ്റേജ് ആൻഡ് ആസ് വെൽ ആസ് 5 വെയിറ്റേജിന് വരാനുള്ള പ്രോബ്ലം ആണ് നമ്മൾക്ക് ഇതിലുള്ളത്. ദെൻ അതേപോലെ തന്നെ നമുക്ക് വരുന്നതാണ് ലിക്വിഡേറ്റേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തിയറി ആയിട്ടും ആസ് വെൽ ആസ് നമുക്ക് പ്രോബ്ലം ആയിട്ടും 3 വെയിറ്റേജിലോട്ട് വരുന്നതാണ് നമുക്ക് ലിക്വിഡേറ്റേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇതാണ് ലിക്വിഡേഷൻ. ദെൻ നമുക്ക് നെക്സ്റ്റ് അക്കൗണ്ടിംഗ് ഫോർ ടാക്സ് ആക്ഷൻ ആണ്. കറന്റ് ടാക്സ് എന്താണെന്നുള്ളത് നോക്കുക, 2 വെയിറ്റേജ്. ദെൻ അതേപോലെ തന്നെ ഡിഫേർഡ് ടാക്സ് ലൈബിലിറ്റി ആൻഡ് ഡിഫേർഡ് ടാക്സ് അസറ്റ്സ് എന്താണെന്ന് നോക്കുക, 2 വെയിറ്റേജിലോട്ട് വരുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് റവന്യൂ ഫ്രം കോൺട്രാക്ട് വിത്ത് കസ്റ്റമേഴ്സ് ആണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക, ദെൻ അതിന്റെ സ്റ്റെപ്സ് അത് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. ഓക്കെ, ഇതുവരെ നമ്മൾക്ക്
വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ 2 ചാപ്റ്ററിൽ കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ദെൻ റവന്യൂവിൽ വന്നിട്ട് ഡിഫേർഡ് ടാക്സ് എന്താണ്, ഡിഫേർഡ് ടാക്സ് അസറ്റ്സ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്, അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ് ഫോർ ലീസ് എന്നുള്ളതാണ്. ലീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ഓക്കെ, ദെൻ അതിന്റെ അഡ്വാൻറ്റേജസ്, ക്ലാസിഫിക്കേഷൻ, ദെൻ ഫിനാൻസ് ലീസ് ആസ് വെൽ ആസ് ഓപ്പറേറ്റിംഗ് ലീസിന്റെ ഡിഫറൻസ് 3 വെയിറ്റേജ് ആണ്. ഈ ഫിനാൻസ് ലീസ്, ഓപ്പറേറ്റിംഗ് ലീസ് എന്താണ് എന്നുള്ളതൊക്കെ 2 വെയിറ്റേജിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ലീസിംഗും ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഓക്കെ, ലെസ്സർ ആൻഡ് ലെസ്സിയുടെ ബുക്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ ജേർണൽ എൻട്രീസ് 3 വെയിറ്റേജ് ഓർ മേ ബി 5 വെയിറ്റേജ്. ഓക്കെ, 3 വെയിറ്റേജും 5 വെയിറ്റേജും രണ്ടിനും വരാൻ സാധ്യതയുള്ളതാണ് ഈ ലീസിംഗ് എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് വരുന്നത് നമ്മളുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നമ്മൾക്ക് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ്ങിൽ നമുക്ക് വരുന്നത് ഇത് മൊത്തവും പഠിക്കുക. ഇതുള്ളൊരു ചാപ്റ്ററാണ്. ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് എന്താണ് 5 വെയിറ്റേജിന് വരും അല്ലെങ്കിൽ 3 വെയിറ്റേജിനും വരും. ഓക്കെ, ഇത് ഫുൾ ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ദെൻ മെത്തേഡ്സ് മാത്രം തനിച്ചെടുത്ത് ചോദിക്കാമായിരിക്കാം. മെത്തേഡ്സ് മാത്രം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വെയിറ്റേജ് ആസ് വെൽ ആസ് 5 വെയിറ്റേജിലോട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ഇത് അങ്ങനെ തന്നെ പഠിച്ചോളൂ. ദെൻ മോഡേൺ കൺസെപ്റ്റ് ഇൻ അക്കൗണ്ടിംഗ് ആണ്. ഇതും ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. 5 വെയിറ്റേജിൽ വരും, അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഓരോ അക്കൗണ്ടിംഗ്, ഫോറൻസിക് അക്കൗണ്ടിംഗ് എന്താണ്, ഗ്രീൻ അക്കൗണ്ടിംഗ് എന്താണെന്നുള്ളത് 3 വെയിറ്റേജിലോട്ട് വരുന്ന അക്കൗണ്ടിങ്സ് ആണ് ഇതിലുള്ളത്. ഈ 2 ചാപ്റ്ററും ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കുക. ദെൻ അതിൽ പ്രോബ്ലം വരുന്നുണ്ട്, അത് നിങ്ങളുടെ ടൈം അനുസരിച്ച് നോക്കിയിട്ട് പോകുക. കം ഇൻട്രസ്റ്റും എക്സ് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം വരുന്നുണ്ട്, മേ ബി 3 വെയിറ്റേജിലോട്ട് വരാൻ സാധ്യതയുള്ളതാണ്. ദെൻ അതാണ് നമുക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് ആണ്. ഇൻഫ്ലേഷൻ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് 3 വെയിറ്റേജിലോട്ട് പോകും. ദെൻ മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്നുള്ളത് 3 വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കിയിട്ട് പോകുക. ദെൻ CPPA മെത്തേഡ്, CCA മെത്തേഡ് എന്നുള്ളത് തനിച്ചെടുത്ത് ചോദിക്കുകയാണെങ്കിൽ 2 വെയിറ്റേജിലോട്ട്, എന്താണ് എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ 2 വെയിറ്റേജിലോട്ട്, അല്ലെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ 3 വെയിറ്റേജിലോട്ട് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതിൽ പ്രോബ്ലം ഉണ്ട്, 3 വെയിറ്റേജിൽ വരുന്ന പ്രോബ്ലം ആണ്, മിക്കവാറും 3 വെയിറ്റേജിലോട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ദെൻ അതേപോലെ തന്നെ ഇതിലൊന്ന് വരുന്നതാണ് ബാക്ക്ലോഗ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് 2 വെയിറ്റേജിന്റെ ആണ്. സോ അതും കൂടി നോക്കിയിട്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.